അർജന്റീന മറ്റൊരു വേൾഡ് കപ്പിന് പന്ത് തട്ടാനൊരുങ്ങുകയാണ്. ഇത്തവണയും വാനോളം പ്രതീക്ഷകളാണ്. സ്കലോണി ടീമിലെടുത്ത യുവതാരങ്ങളിൽ വമ്പൻ പ്രതീക്ഷയാണ് അർജന്റീനൻ ആരാധകർക്കുള്ളത്. അതിൽ പ്രത്യേകിച്ച് നിക്കോളാസ് പാസ് എന്ന അർജന്റീനക്കാരുടെ നിക്കോ പാസിനെ കുറിച്ച്. ലിയോ മെസ്സിക്ക് പകരം അർജന്റീൻ മധ്യനിര ആര് നിയന്ത്രിക്കുമെന്ന ചോദ്യത്തിന് അർജന്റീൻ ആരാധകരുടെയും ഫുട്ബോൾ പണ്ഡിറ്റുകളുടെയും എല്ലാം ഉത്തരം നിക്കോ പാസ് എന്ന 21-കാരൻ്റെ പേരിലേക്കാണ് ഉയർന്നത്. കാരണം കോമോക്ക് വേണ്ടി സീരിയയിൽ മിന്നും പ്രകടനമാണ് നിക്കോ പാസ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. സീരിയ ലീഗിലെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡർക്കുള്ള പുരസ്കാരവും അദ്ദേഹം ഏറ്റുവാങ്ങി. മധ്യനിരയിൽ അസാധ്യമായി കളി മെനയുക, ത്രൂ ബോളുകൾ കൊണ്ടും ലോങ് റേഞ്ചറുകൾ കൊണ്ടും എതിരാളികളെ വിറപ്പിക്കുക. മനോഹരമായ നിക്കോ പാസിന്റെ ശൈലി ഈ വേൾഡ് കപ്പിൽ അർജന്റീൻ മധ്യനിരയിൽ കാണാനാകുമെന്ന ശുഭപ്രതീക്ഷയിലാണ് ഓരോ ഫുട്ബോൾ ആരാധകരുമുള്ളത്. സ്കലോണി അദ്ദേഹത്തെ വേൾഡ് കപ്പിൽ എങ്ങനെ ഉപയോഗിക്കും? ഓരോ അർജന്റീന ആരാധകരും നിക്കോ പാസിന്റെ വരവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. മിന്നിക്കത്തുന്ന പ്രകടനമാണ് കോമോക്കായി അദ്ദേഹം ഈ സീസണിൽ ഉടനീളം കാഴ്ചവെച്ചത്. അസാധ്യമായ പ്രകടനം വേൾഡ് കപ്പിന്റെ ഫുട്ബോൾ മൈതാനങ്ങളിലും അദ്ദേഹത്തിന് കാഴ്ചവെക്കാനാകുമെന്ന പ്രതീക്ഷയുണ്ട്. എന്നാൽ ആരാധക മനസ്സുകളെ കീഴടക്കി നിക്കോ പാസിന് പുറമെ 2 അർജന്റീൻ താരങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയവും അർജന്റീൻ ആരാധകരുടെ നോട്ടപ്പുള്ളികളും. അതിലൊരാൾ ഡിയാഗോ സിമിയോണിന്റെ മകൻ ഗുലിയാനോ സിമിയോണാണ്. മറ്റൊരാൾ 21 വയസ്സ് മാത്രം പ്രായമുള്ള വാലന്റൈൻ ബാർക്കോ എന്ന യുവ സൂപ്പർ താരവും. നിക്കോ പാസിന്റെ പേര് ഉയർന്നു കേൾക്കുമ്പോൾ ഈ താരങ്ങളെ എങ്ങനെ പറയാതിരിക്കും? രണ്ടുപേരും യുവ സൂപ്പർ താരങ്ങളാണ്. ഒരാളുടെ പ്രായം 22 എങ്കിൽ മറ്റൊരാളുടെ പ്രായം 21. ഗുലിയാനോ സിമിയോൺ ഡിയാഗോ സിമിയോണിന്റെ മകൻ. സ്കലോണി തന്റെ സിസ്റ്റത്തിലേക്ക് കൃത്യമായി ഗുലിയാനോ സിമിയോണെ കുത്തിവെച്ചിട്ടുണ്ട്. അതായത് ആ റൈറ്റ് ഫ്ലാഗിൽ അർജന്റീൻ മുന്നേറ്റങ്ങൾക്ക് ചൂടുപകരാൻ ഇനി ഗുലിയാനോ സിമിയോൺ ഉണ്ടാകും. ബ്രസീലിനെതിരെയുള്ള ഫ്രണ്ട്ലി മത്സരത്തിൽ അർജന്റീന 4-1 വിജയിക്കുമ്പോൾ അസാധ്യമായ ഗോളോടെ ഗുലിയാനോ സിമിയോൺ വരവറിയിച്ചതാണ്. പിന്നീട് അങ്ങോട്ട് സ്കലോണിയുടെ പല പ്ലാനിങ്ങുകളിലും ഗുലിയാനോ സിമിയോൺ ഉണ്ട്. കഴിഞ്ഞ 2 ഫ്രണ്ട്ലി മത്സരങ്ങൾ എടുത്തു നോക്കൂ. ഐസ്ലാൻഡിനെതിരെയും ഹോണ്ടുറസിനെതിരെയും കുറഞ്ഞ സമയം കളിച്ചെങ്കിലും മിന്നും പ്രകടനമാണ് താരം നടത്തിയത്. ഏറ്റവും പ്രത്യേകത വലത് വിങ്ങിലൂടെയുള്ള ഓവർലാപ്പിംഗ് ആണ്. അദ്ദേഹം ഗ്രൗണ്ടിൽ ഓവർലോഡായതുപോലെ തോന്നിക്കാറേയില്ല. നിരന്തരം പന്തിന് പ്രസ് ചെയ്യുക, എതിർ മുന്നേറ്റ നിരക്കാർക്ക് ഹൈ പ്രസ്സിംഗ് നൽകുക, എന്നിട്ട് പ്രഷർ ബിൽഡ് ചെയ്യുക. ഇതിലെല്ലാം ഗുലിയാനോ സിമിയോണ് അസാധ്യ കൈവുണ്ട്. പിന്നെ അസാധ്യ ആംഗിളിൽ നിന്നുള്ള ഷോട്ടുകൾ. ഗുലിയാനോ സിമിയോൺ കളത്തിലുണ്ടെങ്കിൽ അർജന്റീനയുടെ റൈറ്റ് ബാക്കിന് കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാകും. കാരണം മധ്യനിരയിൽ നിന്ന് ഓവർലാപ്പ് ചെയ്യാൻ ഗുലിയാനോ സിമിയോണ് അസാധ്യ കഴിവ് തന്നെയുണ്ട്. വേൾഡ് കപ്പിൽ ഏത് സമയത്തും ഗുലിയാനോ അവതരിച്ചേക്കാം. ഇനി മറ്റൊരാൾ 21-കാരനായ വാലന്റൈൻ ബാർക്കോയാണ്. ആരും അങ്ങനെ അറിയാത്ത പേരുകളിലൊന്നായിരുന്നു വാലന്റൈൻ ബാർക്കോയുടേത്. എന്നാൽ പതിയെ അദ്ദേഹത്തിന്റെ യൂറോപ്യൻ ഫുട്ബോളിലെ അതിഗംഭീര പ്രകടനം കണ്ട് തന്നെ വേൾഡ് കപ്പ് സ്ക്വാഡിൽ ഇടം നേടുമെന്ന് ഉറപ്പിച്ചവൻ. അസാധ്യ കഴിവുള്ള താരം നിലവിൽ വേൾഡ് കപ്പിന് മുന്നോടിയായി ഐസ്ലാൻഡിനെതിരെയും ഹോണ്ടുറസിനെതിരെയുമുള്ള ഫ്രണ്ട്ലി മത്സരത്തിൽ സ്കലോണി സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ തന്നെ സ്ഥാനം നൽകുന്നു. എന്തിനാണ് തനിക്ക് സ്ഥാനം നൽകിയതെന്ന് കൃത്യമായ ബോധമുള്ള താരം ഒരു മത്സരത്തിൽ ഐസ്ലാൻഡിനെതിരെ അർജന്റീനയുടെ മാൻ ഓഫ് ദ മാച്ച് ആവുകയും ചെയ്തു. സ്കലോണിക്ക് മധ്യനിരയിൽ എന്താണ് വേണ്ടത്? ഒരു അഗ്രസീവ് മിഡ്ഫീൽഡറെ വേണം. പന്ത് റാഞ്ചാൻ കെൽപ്പുള്ളവനെ വേണം. എതിർ ടീമിന്റെ മിഡ്ഫീൽഡേഴ്സിനെ നിരന്തരം പ്രസ് ചെയ്യുന്ന ഒരാളായിരിക്കണം. പ്രഷർ ബിൽഡ് ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ഒരുത്തനാണ് വാലന്റൈൻ ബാർക്കോ. സ്കലോണിക്ക് റൈറ്റ് ബാക്കായും റൈറ്റ് മിഡായും വേണമെങ്കിൽ ഓവർ മിഡായും കളിപ്പിക്കാൻ ശേഷിയുള്ളവൻ. സ്കലോണി കഴിഞ്ഞ 2 മത്സരത്തിലും അത് തന്നെയാണ് പരീക്ഷിച്ചത്. മിഡിൽ അദ്ദേഹത്തെ കളിപ്പിച്ചാൽ എങ്ങനെയുണ്ടാകും? അത് സ്കലോണിക്ക് കൃത്യമായി മനസ്സിലായിട്ടുണ്ട്. താരം സ്കലോണി കരുതിയതിനേക്കാളും അഗ്രസീവാണ്. കഴിഞ്ഞ 2 മത്സരത്തിൽ 2 യെല്ലോ കാർഡുകൾ വാങ്ങിയ താരം റെഡ് കാർഡ് കെണിയെ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ അർജന്റീനയുടെ മധ്യനിരയിൽ ഈ വേൾഡ് കപ്പിൽ തന്നെ അധികം വൈകാതെ സ്റ്റാർട്ടിംഗ് ലൈനപ്പിൽ സ്ഥാനം പിടിക്കാൻ പോകുന്ന ഒരു പേരായിരിക്കും വാലന്റൈൻ ബാർക്കോ എന്നുള്ളത്. നിക്കോ പാസിനെ പ്രതീക്ഷ വെക്കുന്നത് പോലെ അർജന്റീൻ താരങ്ങൾക്കും ആരാധകർക്കും പ്രതീക്ഷ വെക്കാൻ പറ്റിയ 2 മുതലുകളാണ് ഈ വാലന്റൈൻ ബാർക്കോയും ഗുലിയാനോ സിമിയോണും. അവർ നിറഞ്ഞാടുകയാണ്. വേൾഡ് കപ്പിന്റെ ഓരോ മത്സരത്തിലും സ്കലോണി സിസ്റ്റത്തിൽ അവർ നിറഞ്ഞാടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത്. കളം നിറഞ്ഞ കളിയായിരുന്നു 2 ഫ്രണ്ട്ലി മത്സരത്തിലും ബാർക്കോയും സിമിയോണും കാഴ്ചവെച്ചത്. ഏതായാലും വലിയ പ്രതീക്ഷയോടെ അർജന്റീന ആരാധകർ നോക്കിക്കാണുകയാണ് ഈ 2 യുവ സൂപ്പർ താരങ്ങളെ. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും ലോകകപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം.